നമസ്കാരം. അമേരിക്ക ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തകർന്ന് തരിപ്പണമാകും. ട്രംപിനെ ജനങ്ങൾ ആട്ടിപ്പായിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. യുദ്ധകൊതിയന്മാർ രാജ്യത്തിന്റെ ഖജനാവ് മുഴുവനായും കാലിയാക്കിയിരിക്കുകയാണ്. 6 മാസക്കാലമായി തുടരുന്ന ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ പശ്ചിമേഷ്യയുടെ മണ്ണിൽ തകർന്നടിഞ്ഞത് പെന്റഗണിന്റെ അഹങ്കാരവും സാമ്രാജ്യത്വത്തിന്റെ യുദ്ധവീര്യവും തന്നെയാണ്. ലോക പോലീസുകാരൻ ചമച്ച് ഇറാനെ വിഴുങ്ങാൻ വന്നവർക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക അബദ്ധമാണ് പിണഞ്ഞിരിക്കുന്നത്. വെറും 2 ദിവസം കൊണ്ട് ഇറാനെ കാൽക്കൽ വീഴ്ത്താമെന്ന് മോഹിച്ച അമേരിക്കയ്ക്ക് 6 മാസം പിന്നിടുമ്പോൾ ഏകദേശം $150 ബില്യൺ യുദ്ധ ചിലവുകളായും സൈനിക നഷ്ടങ്ങളായും മാത്രം നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഇത് 12 ലക്ഷം കോടിയിലധികം രൂപ വരും. ഈ ഭീമമായ തുക ഒഴുക്കിയിട്ടും ഇറാനെ ഒന്നും തളർത്താൻ പോലും ഒരു ഘട്ടത്തിലും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത്രത്തോളം പണം മുടക്കിയിട്ടും കോടികൾ വിലമതിപ്പുള്ള പേട്രിയറ്റ് മിസൈലുകൾ പാഴാക്കിയിട്ടും പേർഷ്യൻ പോരാട്ട വീരത്തെ പിടിച്ചുകെട്ടാൻ അമേരിക്കയുടെ അതിനൂതന ആയുധങ്ങൾക്ക് സാധിക്കുന്നേയില്ല എന്ന് ഈ 6 മാസത്തെ ചരിത്രം തെളിയിക്കുന്നു. എന്നിട്ടും അമേരിക്ക പാഠം പഠിക്കുന്നില്ല. എന്താണ് നിലവിലെ അവസ്ഥ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് അമേരിക്ക തുടങ്ങി വെച്ചത് തീർത്തും അനാവശ്യമായ ഒരു യുദ്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായി രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് വിശദമായ വാർത്തയിലേക്ക് വരാം. സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരവുമായി ലോക പോലീസുകാരൻ ചമഞ്ഞു നടന്ന അമേരിക്കയുടെ യുദ്ധക്കൊതിക്ക് ഇറാൻ നൽകിയ കനത്ത പ്രഹരത്തിന്റെ നേർക്കാഴ്ചയാണ് ഗൾഫ് മേഖലയിൽ നമ്മൾ ഇന്ന് കാണുന്നത്. ലോകത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളുമായി നടന്ന് ജനാധിപത്യത്തിന്റെ കാവലാളാവുകയാണ് എന്ന വ്യാജേന ആയുധങ്ങളുമേന്തി ഇറാനെ വിഴുങ്ങാൻ വന്നവരെ കാത്തിരുന്നത് സാമ്പത്തിക നഷ്ടവും നാണക്കേടും തന്നെ. 2-3 ദിവസത്തെ കനത്ത ആക്രമണം കൊണ്ട് ഇറാനെ കാൽക്കൽ വീഴ്ത്താമെന്നും പറയുന്ന കരാറുകളിൽ ഇറാനെ കൊണ്ട് ഒപ്പിടിക്കാമെന്നുമാണ് വാഷിംഗ്ടണിന്റെ യുദ്ധകൊതിയന്മാർ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ പശ്ചിമേഷ്യയുടെ മണ്ണിൽ അമേരിക്കയുടെ ആ യുദ്ധതന്ത്രങ്ങളെല്ലാം കരിഞ്ഞു വീഴുന്ന കാഴ്ചയ്ക്കാണ് ലോകം പിന്നീട് സാക്ഷ്യം വഹിച്ചത്. അമേരിക്കൻ സാമ്രാജ്യത്തിന് ഇതൊരു വമ്പൻ നഷ്ടം മാത്രമാണ് സമ്മാനിച്ചത് എന്ന് മാത്രമല്ല, ഈ അനാവശ്യ യുദ്ധം കൊണ്ട് അവർക്ക് ഒന്നും തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുമില്ല. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെയും യുദ്ധവിമാനങ്ങളെയും കുറിച്ച് വീരവാദം മുഴക്കിയ അമേരിക്കയ്ക്ക് ബില്യൺ കണക്കിന് ഡോളറുകളുടെ സാമ്പത്തിക ബാധ്യതയും സൈനികമായ നാണക്കേടും മാത്രമാണ് മിച്ചം വന്നത്. ഇറാനിയൻ ജനതയുടെ പ്രതിരോധ വീര്യത്തിന് മുന്നിൽ തകർന്നടിഞ്ഞത് പെന്റഗണിന്റെ അഹങ്കാരം തന്നെയാണ്. അമേരിക്കയുടെ ഈ വിഡ്ഢിത്തത്തിന് അവർ നൽകേണ്ടി വന്നത് സാമ്പത്തികവും സൈനികവുമായ വില ഭീതിജനകം തന്നെ. ബഹ്റിനിലെ അമേരിക്കയുടെ പ്രമുഖ സൈനിക താവളമായ ഈസ എയർബേസിലേക്ക് ഇറാൻ വിക്ഷേപിച്ച ആരാഷ് സൂയിസൈഡൽ ഡ്രോണുകൾ അമേരിക്കൻ അഹങ്കാരത്തിന്റെ നെഞ്ചിലാണ് ചെന്നു പതിച്ചത്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ ഹെലികോപ്റ്ററുകളും അത്യാധുനിക P-8 നിരീക്ഷണ വിമാനങ്ങളുമാണ് ഈ ഒരൊറ്റ ആക്രമണത്തിൽ തകർന്നടിഞ്ഞത്. ഒരു വശത്ത് പ്രതിരോധത്തിനായി കോടികൾ വിലയുള്ള മിസൈലുകൾ അമേരിക്കയും സഖ്യകക്ഷികളും പാഴാക്കുമ്പോൾ ഇറാൻ വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ഡ്രോണുകൾ കൊണ്ടാണ് അവരുടെ പ്രതിരോധ കോട്ടകൾ തകർക്കുന്നത് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത. സാമ്പത്തിക കണക്കുകളിലേക്ക് നോക്കിയാൽ അമേരിക്കയ്ക്ക് നേരിട്ട നഷ്ടം സങ്കല്പിക്കാവുന്നതിലും എത്രയോ അപ്പുറത്താണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുദ്ധോപകരണങ്ങളുടെ വൻതോതിലുള്ള നഷ്ടം തന്നെ. ബഹ്റിനിലെ ബേസിൽ തകർന്നു വീണ പെട്രോൾ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും പുറമെ പേട്രിയറ്റ് പോലുള്ള വ്യോമ പ്രതിരോധ മിസൈലുകൾ ഒന്നിനു പുറകെ ഒന്നായി വിക്ഷേപിച്ചതിലൂടെ മാത്രം അമേരിക്കൻ ഖജനാവിന് പ്രതിദിനം കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഒരു പേട്രിയറ്റ് മിസൈൽ വിക്ഷേപിക്കാൻ മാത്രം $3 മുതൽ $4 മില്യൺ വരെ ചെലവ് വരും. ഇത്തരത്തിൽ 100 കണക്കിന് മിസൈലുകളാണ് ഇറാന്റെ കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകളെ തടയാൻ അമേരിക്കയ്ക്ക് പാഴാക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതിനു പുറമെ ഇന്ധന പ്രവർത്തന ചിലവുകൾ അമേരിക്കയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയുമാണ്. ഗൾഫ് മേഖലയിൽ ഉടനീളം വിന്യസിച്ചിരിക്കുന്ന യുദ്ധക്കപ്പലുകൾ, ബോംബർ വിമാനങ്ങൾ, കുവൈറ്റിലെയും ബഹ്റിനിലെയും സൈനിക താവളങ്ങളുടെ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി പ്രതിദിനം വൻ തുകയാണ് അമേരിക്ക ചിലവഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ യുദ്ധം നീണ്ടുപോകുന്ന ഓരോ മണിക്കൂറിലും അമേരിക്കൻ നികുതി പണക്കാരുടെ ബില്യൺ കണക്കിന് ഡോളറുകളാണ് പശ്ചിമേഷ്യയിലെ കടലിൽ ഒലിച്ചു പോകുന്നത് എന്ന് തിരിച്ചറിയണം. ഈ യുദ്ധച്ചെലവ് അമേരിക്കൻ ആഭ്യന്തര ബജറ്റിനെ പോലും താളം തെറ്റിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആഗോള ഊർജ വിപണിയിലുണ്ടായ തിരിച്ചടിയാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കേറ്റ മറ്റൊരു മാരക പ്രഹരം. ബസ്രയിലെയും അൽ ഹാവിലെയും എണ്ണ ടെർമിനലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ ആഗോള എണ്ണ വിപണിയെ ഉലച്ചപ്പോൾ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും പണപ്പെരുപ്പത്തെയുമാണ് നേരിട്ട് ബാധിച്ചത്. എണ്ണവിലയിലെ അസ്ഥിരത അന്താരാഷ്ട്ര വിപണിയിൽ അമേരിക്കൻ ഡോളറിന്റെ തകർച്ചയ്ക്കും അവരുടെ ആഭ്യന്തര വിപണിയിൽ വൻതോതിലുള്ള വിലക്കയറ്റത്തിനും കാരണമായി മാറിക്കൊണ്ടിരിക്കുകയുമാണ്.
അമേരിക്ക തന്നെ അഴിച്ചുവിട്ട യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതം സ്വന്തം ജനത അനുഭവിക്കേണ്ടി വരുന്ന കാഴ്ചയാണ് വാഷിംഗ്ടൺ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ ഹോർമോസ്ഖാൻ പ്രവിശ്യയിലെ പാലങ്ങളും ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും തകർത്ത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ പട്ടിണിക്കിട്ടും ഭയപ്പെടുത്തിയും കീഴടക്കാമെന്നാണ് അമേരിക്ക കരുതിയത്. എന്നാൽ ഈ ക്രൂരത ഇറാനിയൻ ജനതയുടെ പോരാട്ട വീര്യത്തിന് ആക്കം കൂട്ടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ബന്ദർ അബ്ബാസ് പോലുള്ള തന്ത്രപ്രധാനമായ തുറമുഖ നഗരങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടി കുവൈറ്റിലെയും ബഹ്റിനിലെയും അമേരിക്ക താവളങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടായിരുന്നു. കുവൈറ്റിൽ നിന്ന് അമേരിക്ക ഇറാനിലേക്ക് ഹിർമാസ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടപ്പോൾ ഇറാനിയൻ മിസൈലുകൾ കുവൈറ്റിലെയും ബഹ്റിനിലെയും പ്രതിരോധ നിരകളെ ഭേദിച്ച് മുന്നേറി. ദുബൈയിലും അബുദാബിയിലും സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന വാർത്തകൾ മേഖലയിലാകെ അമേരിക്കൻ സഖ്യകക്ഷികൾക്കിടയിൽ പരിഭ്രാന്തിയും പരത്തി. യുദ്ധം തങ്ങളുടെ സ്വന്തം മണ്ണിലേക്ക് പടരുമെന്ന ഭയം അമേരിക്കയെ വിശ്വസിച്ച് ഇറാനെതിരെ തിരിഞ്ഞ രാജ്യങ്ങളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. സഖ്യകക്ഷികളുടെ ഈ പിൻവാങ്ങൽ അമേരിക്കയെ ഗൾഫ് മേഖലയിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ പരമാധികാരത്തിന്റെ ചുവപ്പ് രേഖയാണെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ പാതയിലൂടെയുള്ള അന്താരാഷ്ട്ര എണ്ണക്കടത്തിനെ തടസ്സപ്പെടുത്താനോ ഇറാന്റെ അതിർത്തികളിൽ കടന്നു കയറാനോ അമേരിക്ക ഇനിയും ശ്രമിച്ചാൽ അത് ലോകം ഇന്നേ വരെ കാണാത്ത വമ്പൻ സാമ്പത്തിക തകർച്ചയ്ക്കായിരിക്കും വഴി തുറക്കാൻ പോകുന്നത്. ഇറാന്റെ സൈനിക ശക്തിയും അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കാത്ത വിധം ശക്തമായ പ്രതിരോധമാണ് തീർത്തിരിക്കുന്നത്. ഇത്രയും വലിയ തിരിച്ചടികളും കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നഷ്ടവും സൈനികമായ നാണക്കേടും നേരിട്ടിട്ടും അമേരിക്ക തങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് അവരുടെ സാമ്രാജ്യത്വ അഹങ്കാരത്തിന്റെ ആഴമാണ് കാണിക്കുന്നത്. ഇറാനെ തകർക്കാൻ വീണ്ടും വീണ്ടും കുതന്ത്രങ്ങളും പുതിയ യുദ്ധമുഖങ്ങളും തുറക്കുന്നവർ ഇറാന്റെ ചരിത്രവും അവരുടെ വർത്തമാനകാല പോരാട്ടവീര്യവും ഒന്ന് കണ്ണു തുറന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ഒരു ജനതയുടെ പാരമ്പര്യമാണ് തങ്ങളുടേത് എന്ന് ഇറാൻ പല വർഷങ്ങളായി ലോകത്തിന് കാണിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യവുമാണ്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ നൂറ്റാണ്ടുകളായി വിദേശ അധിനിവേശങ്ങളെയോ സാമ്രാജ്യത്വ ശക്തികളെയോ മണ്ണിൽ വിഹരിക്കാൻ ഇറാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല. പേർഷ്യൻ സംസ്കാരത്തിന്റെ ആഴത്തിലുള്ള ആത്മാഭിമാനവും പോരാട്ട വീര്യവും ഓരോ ഇറാനിയൻ പൗരന്റെയും രക്തത്തിലുള്ളതാണ്. പാശ്ചാത്യ ശക്തികൾ എത്രയൊക്കെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയോ അത്രയും അധികം തദ്ദേശീയമായ സാങ്കേതിക വിദ്യയിലും പ്രതിരോധ മേഖലയിലും സ്വയം പര്യാപ്തത നേടുകയാണ് ഇറാൻ ചെയ്തത്. അമേരിക്കയുടെ അത്യാധുനിക ആയുധങ്ങളെ വെറും $10,000 മാത്രം വിലയുള്ള ഡ്രോണുകൾ കൊണ്ട് പ്രതിരോധിക്കാൻ ഇറാന് സാധിക്കുന്നത് ഈ ചരിത്രപരമായ അതിജീവനത്തിന്റെ കരുത്തിൽ തന്നെ. വർത്തമാനകാലത്തും ഇറാന്റെ തന്ത്രങ്ങൾ അമേരിക്കൻ അച്ചുതണ്ടിനെ കൃത്യമായി പ്രതിരോധത്തിലാക്കുകയാണ്. ഹോർമുസ് കടലിലെ തങ്ങളുടെ തന്ത്രപ്രധാനമായ മേധാവിത്വവും മേഖലയിലെ സഖ്യകക്ഷികളുടെ ശക്തമായ പിന്തുണയും വഴി പശ്ചിമേഷ്യയിൽ ഇറാന്റെ അനുവാദമില്ലാതെ ഒരടി മുന്നോട്ട് വെക്കാൻ വൻ ശക്തികൾക്ക് സാധിക്കില്ല എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. അമേരിക്ക എത്രയൊക്കെ കോടികൾ ഒഴുക്കി കുതന്ത്രങ്ങൾ മെനഞ്ഞാലും പേർഷ്യൻ പോരാട്ട വീര്യത്തിന് മുന്നിൽ അതൊക്കെ വെറും ജലരേഖയായി മാറുമെന്നതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം. ചരിത്രം പഠിക്കാത്തവർക്ക് പശ്ചിമേഷ്യയുടെ മണ്ണിൽ തകർച്ച മാത്രമായിരിക്കും മിച്ചമുണ്ടാവുക. അമേരിക്ക ഈ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ സാമ്പത്തികവും സൈനികവുമായ തകർച്ച അധികം വൈകാതെ തന്നെ അവരെ തേടിയെത്തുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ലോകം ഭരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് സ്വന്തം ജനതയുടെ നികുതി പണമായ ബില്യൺ കണക്കിന് ഡോളറുകൾ പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ ചാരമാക്കുന്ന ഭരണാധികാരികളെ ജനങ്ങൾ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ആഭ്യന്തര വിപണിയിലെ കടുത്ത വിലക്കയറ്റവും ഡോളറിന്റെ തകർച്ചയും അമേരിക്കൻ ജനതയെ തെരുവിലിറക്കും. ഇത്തരം യുദ്ധക്കൊതിയും കുതന്ത്രങ്ങൾക്കും നേതൃത്വം നൽകുന്ന ട്രംപിനെ വരും തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ ആട്ടിപ്പായ്ക്കുന്ന കാഴ്ചയ്ക്കായിരിക്കും ലോകം ഇനി കാത്തിരിക്കുന്നത്. സാമ്രാജ്യത്വ അഹങ്കാരത്തിന്റെ പതനവും പേർഷ്യൻ പോരാട്ട വീര്യത്തിന്റെ വിജയവുമായി ഈ ചരിത്രം എന്തായാലും രേഖപ്പെടുത്തപ്പെടും.